രാവിലത്തെ മഴ കഴിഞ്ഞ ഉടനെ വന്നു കയറിയ ഒരു അതിഥിയാണ്. എന്താണെന്നറിയില്ല, ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമോയെന്നറിയാൻ വേണ്ടി വന്നതാണോയെന്നും അറിയില്ല. എന്തായിരുന്നാലും കണ്ട ഉടനെ അമ്മ അടുക്കളയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. എന്ത് ചെയ്യാനാവോ. 2-3 ദിവസം മുമ്പ് ഒരു 3 പൂച്ചക്കുട്ടികളും വന്നിട്ടുണ്ട്. ആയത്തുങ്ങളും ഈ മയിലിൻ്റെ പിറകെ നടക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ദാ ഒരുത്ത എത്തി നോക്കുന്ന അമ്മ ഗോതമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിന്നെയാണ്. ഗോതമ്പ് മയിലിന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നാട്ടുകാർ മൊത്തം ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ മയിലിന് വച്ച് കൊടുക്കുന്നത്. ഇവിടെ ഒരു 10-14 മയിലുണ്ട്. മിക്കപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നതെങ്കിലും ചില സമയങ്ങളിലെല്ലാം പറ്റ അടക്കം വരും. ഇവ ആരെയോ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെയാണോ എന്നൊരു സംശയമുണ്ട്. എന്താണാവോ, ഇനി വിഷം വെച്ചോ, ചോറിൽ വിഷം വെച്ചോ എന്നൊക്കെയാണോ ആലോചിക്കുന്നതാവോ. നമ്മൾ മയിൽ ഇറച്ചി കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്ന് അതിനൊരു ബോധ്യമില്ല എന്ന് തോന്നുന്നു. ടൺ ടൺ ടടൻ. പക്ഷെ നല്ല ഭംഗിയാണ്. ആൺമയിലല്ല, പെൺമയിലാണെങ്കിലും അതിൻ്റെ ഭംഗി നല്ലതാണ്. നല്ല ആൺമയിൽ എന്നെന്ന് തോന്നുന്നത്. എന്നാലല്ലേ അതിന് പൂവുണ്ടാവുള്ളൂ. ആ തലയിലെ ഇത് കണ്ടിട്ട് ആൺമയിലാണെന്നാണ് തോന്നുന്നത്. പക്ഷെ വാല് കാണുന്നില്ല, കുട്ടിയാണെന്ന് തോന്നുന്നു. പൂച്ച കയ്യും കാലൊക്കെ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അമ്മ 2 കൊത്ത് കിട്ടുമോ എന്നുള്ള പേടി അവനുണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ചുറ്റും നോക്കുന്നുണ്ട്, വീണ്ടും മയിലിനെ നോക്കുകയാണ്. നമുക്ക് തരുന്ന ആഹാരം മൊത്തം കഴിച്ചുകൊണ്ട് പോകാൻ വന്ന അതിഥി എന്ന രീതിയിലാണ് പൂച്ച നോക്കുന്നതെന്ന് തോന്നുന്നു. ഇതിലാ മഞ്ഞപ്പൂച്ച മാത്രമാണ് അങ്ങനെ ഒരു പേടിയുള്ളതായിട്ട് തോന്നുന്നത്. മറ്റുള്ളത് രണ്ടും ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും ഇരിക്കുക അല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ ഈ മഞ്ഞപ്പൂച്ച എപ്പോഴും അഗ്രസീവായിട്ട് നടക്കുന്ന ഒരു ആളാണ്. അത് എന്ത് കഴിക്കുന്നത് നോക്കുന്നോ, അത് കഴിക്കുന്ന സാധനം എനിക്ക് കഴിക്കാൻ കഴിയുമെന്നോ അങ്ങനെ എന്തോ നോക്കിയാണ് ഇരിക്കുന്നത്. കുറേ നേരം കൊണ്ട് മയിലിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 പൂച്ചകൾ ഒരുമിച്ച് നടക്കുകയുള്ളൂ. മാറിയിരിക്കുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല. കുട്ടികളായതുകൊണ്ടായിരിക്കാം. പയ്യെ പോകുന്നുണ്ട്. എന്താ പാടാണോ, കൊത്ത് വാങ്ങിച്ചു കൂട്ടാനുള്ള പോക്കാണാവോ. അതേ അവനെ പിടിച്ച് ശാപ്പിടാം എന്നുള്ള രീതിയിൽ പൂച്ച പോകുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. മയിലിറച്ചിയെങ്കിൽ മയിലിറച്ചി എന്ന രീതിയിലാണോ എന്നും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അവൻ്റെ ഭക്ഷണം എടുത്ത് കൊടുത്തോ എന്നറിയാൻ വേണ്ടി പോകുന്നതാണോ എന്നും അറിയില്ല. എന്താ ചെയ്യണേ, ഒരു സംശയമുള്ളതുപോലെ. എന്നാലും കൊത്തുമോ, ഇനി ആരെങ്കിലും എന്നെ വിളിക്കുമോ. വെള്ളം കുടിക്കാൻ പോയതാണോ? ഹൈ, പേടിയും ഉണ്ട്, എന്നാ നോക്കുകയും വേണം. ആരുടെ അവൻ? ധൈര്യം ഉണ്ടെങ്കിൽ പോയി പിടി. എവിടെ അവൻ? അതിനുള്ള ധൈര്യമൊന്നുമില്ല. അയ്യോ, ഞാൻ വഴിക്ക് വന്നിട്ടുമില്ല, നമ്മൾ ആ വഴിക്ക് കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയായി. ഒരാൾ മാത്രം പോകുന്ന ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നെയാണാവോ. താണ്ട വീണ്ടും കയറി പോകുന്നു. എന്നെ പണ്ണുവേ, ഏത് പണ്ണുവേ.
ആ ആ ആ നീ ഇത്രയും നേരം നോക്കിയില്ലേ? അങ്ങനെയൊന്നുമല്ല പോകളെ, ഞാൻ പോയി കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇത്രയും നേരം അടങ്ങിയിരുന്നവന്മാർ രണ്ടെണ്ണം കൂടെ അതാ പോകുന്നു. ഇപ്പോൾ മേടിച്ച് കൂട്ടുന്ന കോളുണ്ട്. ഏ ഇപ്പം മയിലാണോ പേടിക്കുന്നത്? ഏ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് കയറി പോയപ്പോൾ ഉൾട്ട അടിച്ചല്ലോ മയിൽ. മയിലിന് നല്ല പേടിയായിരുന്നു തോന്നുന്നു. ആഹാ ആ നമുക്ക് കൊടുത്ത ആഹാരമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതെ അതെ അതെ, നമുക്ക് തന്ന ആഹാരം വല്ലതും ആണോ ഇവൻ തിന്നുകൊണ്ടിരുന്നത്? ഇതെന്താ സാധനം? ഇവ എങ്ങനെ ഇത് തിന്നേ? ആ എന്നാലും ഇവനെ അങ്ങനെ വിട്ടുകൂടാ. വേണ്ടേ, മയിൽ കയറി പോകുന്നു. മൂന്നെണ്ണം ഒരുമിച്ച് പോയപ്പോഴത്തേക്കും മയിലിന് പേടിയായി. പോകട്ടങ്ങനെ പോകട്ടെ. ടങ് ടങ്. ഓ, വഴി കാണിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. അത് ശരി. ഇനി ഇങ്ങോട്ട് വരല്ലേടേ, നമ്മളെ ഭക്ഷണമൊന്നും തിന്നല്ലേടേ. വഴി വേണമെങ്കിൽ കൊണ്ടാക്കി തരാമെന്ന്. വഴി വേണമെങ്കിൽ കാണിച്ചു തരാം, കൊണ്ടാക്കി തരാമെന്ന്. ഇതാ രണ്ടരോ കയറി പോകുന്നു. ഇനി മയിലിൻ്റെ കൂടെ അങ്ങ് പൊക്കളയോ? മൂന്നെണ്ണം കയറി പോകുന്നു. അത് ശരി. വന്ന അതിഥികളെല്ലാം ഒരുമിച്ച് കയറി പോവുകയാണോ? അത് ശരി. കൊണ്ടാക്കാൻ